ഒരു കാര്യം എന്തായാലും ഇവിടെ ഉറപ്പാണ്. ഇറാനെ ആക്രമിച്ച് കീഴടക്കി അവിടെ അമേരിക്കക്കും ഇസ്രായേലിനും താല്പര്യമുള്ളവരെ ഭരണം ഏൽപ്പിക്കാമെന്നൊരു അജണ്ട ഒരിക്കലും എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഈ ആക്രമിച്ച് കീഴടക്കി വരുതിയിലാക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇറാൻ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന സയനിസ്റ്റ് തന്ത്രവും ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിലൂടെ ഇനി നടക്കുകയില്ല. ഇറാൻ ഭരണകൂടത്തിനെതിരെ മുമ്പും പ്രക്ഷോഭത്തിന് ഇറങ്ങിയവർ പോലും ഇപ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇറാനിൽ എങ്ങും കാണുന്നത്. അമേരിക്കൻ അജണ്ട ചീറ്റിപ്പോയി എന്നതിന് ഒരു ഒന്നാന്തരം തെളിവ് തന്നെയാണിത്. മാത്രമല്ല, ഇറാനെ വിഭജിക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രമാണ് അമേരിക്കയുമായി ചേർന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന ഇറാൻ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പിനെയും ഇറാൻ ജനത വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈ ഖമേനി കൊല്ലപ്പെട്ടാൽ ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്നും അതോടെ ഭരണമാറ്റം സംഭവിക്കുമെന്നുമുള്ള ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കണക്കു തെറ്റിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണിത്. ഇറാൻ ഇനിയും ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരുടെ അടുത്ത ലക്ഷ്യം ആ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ തന്നെയായിരിക്കും. ഖമേനി കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞതും ഈ കപ്പലുകളെല്ലാം തന്നെ കടലിൽ മുക്കുമെന്നത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ആവശ്യം നടപ്പാക്കാനായിരിക്കും ഇറാൻ ഇനി എന്തായാലും ശ്രമിക്കുക. ഈ ഗൾഫ് മേഖല ഇപ്പോൾ ഏതാണ്ട് സ്തംഭിച്ചൊരു അവസ്ഥയിലാണുള്ളത്. ഹോർമൂസ് കടലിടുക്കും ഇറാൻ അടച്ചു കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യം നീണ്ടുപോകുന്നത് ലോക വ്യാപാരത്തെ തന്നെയാണ് അവിടെ സ്തംഭിപ്പിക്കുക. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലും സർവ്വസന്നാഹങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടും ഒറ്റക്ക് നിന്ന് പോരാടാൻ ഇറാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റുണ്ടല്ലോ, അതിനെന്തായാലും ഒരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയുകയില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരേ സമയം ഇത്രയും അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയണം.